അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ മാറി എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പപ്പാടെ നാട്ടിൽ നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വഴിയും റോഡും ഒക്കെ റോഡ് ഏതാ പുഞ്ച ഏതാ ഒന്നും അറിയില്ല, അമ്മാതിരി വെള്ളപ്പൊക്കമാണ് കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ ഒന്നും അറിയുന്നില്ല. പക്ഷേ നമുക്കിതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ കൊച്ചു മക്കളുമൊക്കെ ആയിട്ടൊന്ന് പോയി ആ നാടും അവിടുത്തെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഏതാണ്ട് കുറച്ച് കുബൂസ് ഇരുന്ന് അത് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് ശശൂക്കയും ഉണ്ടാക്കി, മുട്ടയും അങ്ങോട്ട് അടച്ചൊഴിച്ച് നല്ല അടിപൊളി ശശൂക്ക ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓമയെന്നാണ് ഇവിടെ പറയുന്നത്, കപ്പളങ്ങ. ഇത് ഒരെണ്ണം പഴുത്ത് പപ്പരക്ക, കപ്പളങ്ങ, ഓമയ്ക്ക. ഞങ്ങളുടെ ഇവിടെ ഓമയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ. പിള്ളേർ കുബൂസ് തിന്നാത്തതുകൊണ്ട് അവർക്ക് ചപ്പാത്തി റെഡിയാക്കി. നമ്മുടെ ശശൂക്കകത്ത് ഒന്ന് കുറച്ച് എരിവ് കുറച്ച് അവർക്ക് ഇനി മാറ്റി. ബാബന്നെ അപ്പോൾ രാവിലെ വല്ലതും ഉണ്ടാക്കാൻ ഇപ്പോൾ അങ്ങ് മടിയാണ് കേട്ടോ. ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. രാവിലെ പോയാൽ രാവിലെ ഒരു 8 മണിക്ക് പോയി കഴിഞ്ഞാൽ 10:30 കഴിയും ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കലും പിടിക്കലും ഒക്കെ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ച് ഒപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ലുലുവിൽ പോയിച്ച് വന്നപ്പോൾ കുറച്ച് കുബൂസ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ എന്തായാലും അതും കുറച്ച് മുട്ട ശശൂക്കയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കുക. നല്ല ചൂട് കട്ടൻ ചായ. ഫാനിടാൻ അയ്യോ അപ്പോൾ തണുത്തു പോകും. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ 4 ഓലക്കീറും ഒരു വെള്ള തുണി എടുത്തോന്നും പറഞ്ഞാൽ വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ചപ്പാത്തിയേക്കാളും സോഫ്റ്റാണ് നമ്മുടെ കുബൂസ് കേട്ടോ. ശാലു നെയ്യൊന്നും ചേർക്കത്തില്ല ചപ്പാത്തി കൂട്ടാൻ. ഇല്ല, ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടോ ഒക്കെ. പക്ഷേ ഇത് ഞാനൊന്നും ഇഡലിക്കുട്ടത്തിൽ വെച്ച് ആവിയിട്ട് വരും പെട്ടെന്ന്. പക്ഷെ അങ്ങനെ കുതിർത്തില്ല. അല്ല, ഒന്ന് ചൂടായി ഇനി മാറ്റി. എടാ നമ്മുടെ ചപ്പാത്തിക്കും അടിപൊളിയായി ശശൂക്ക കേട്ടോ. മതി മതി. നിങ്ങൾ കുബൂസ് എടുത്ത് തിന്നണേ, നിങ്ങൾക്ക് കുബൂസല്ലേ ഇഷ്ടം. നമ്മുടെ മഞ്ഞ കൂരി ഉണ്ടല്ലോ, മഞ്ഞ കളറിലെ കൂരി ഇതണ്ട കാണിക്കാൻ തല കണ്ട. ഈ കൂരി ഉണ്ടല്ലോ, ഇത് എല്ലാം ചെറുതും വലുതും ഒക്കെയാണ്. കുറേ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ, തീരെ ചെറുതും ഉണ്ട് കേട്ടോ. അപ്പം ഇവന്മാരെ എല്ലാം ഒന്ന് മഞ്ഞക്കൂരിയാണേ, വലിയ കൂരി കണ്ടോണ്ട. അപ്പം മീൻ നമ്മൾ മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂടെ താളിച്ചതാണ്. അപ്പോൾ ഇഞ്ചി പോരാ, അതിന് ഞാനൊരു അല്പം ഇച്ചിരി കൂടെ ചതച്ചൊന്നിട്ട് കൊടുക്കും. നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാളും മുളക് കറിക്ക് ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ്. മുളക് പൊടിയൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് തക്കാളി ഇടാം. കാരണം തക്കാളി ഇട്ട് അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ആ ഒരു മണം രുചി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പലതരത്തിൽ നമുക്ക് കറി വെക്കാമല്ലോ. കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ മൂത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ഇതാക്കും. മുളക് പൊടി മല്ലിപ്പൊടിയും മസാല ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് തക്കാളി ഇട്ട് ഇനി ഇതങ്ങ് നന്നായിട്ട് ചാറ് പോലെ ആക്കും. നല്ലതുപോലെ ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്ത് പുളിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ്. അപ്പം നമ്മുടെ അരപ്പും മൂത്തു, നല്ല മണാതിൽ പുളിയും കിട്ടാരും മോളെ. പുളിയും ഇട്ടു, നമ്മുടെ തക്കാളി ഇതേണ്ട നല്ല ചാറ് പോലെ കണ്ട. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും കണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. എൻ്റെ സുരുക്കൂട്ടൻ സമ്മതിക്കത്തില്ല പച്ചവെള്ളം ഒഴിക്കാൻ, ഞാൻ ചൂടുവെള്ളമേ ഒഴിപ്പിക്കത്തില്ല. ഒരു പാത്രം വെള്ളം കൂടി നിൽക്കടാ. അങ്ങനെ ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. നമ്മളെല്ലാവരും മീൻ കറി വെക്കുന്നവരാണ്, കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് തടവണി
ഒരു ഗ്ലാസ് കൂടെ വേണം. എന്താണെന്നറിഞ്ഞു ചട്ടി അപകടകാരി. നീ എന്നിട്ട് പോകാനൊരുങ്ങിക്കോ. വാ അടിപൊളി വേകട്ടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് തിളച്ച് വന്നപ്പോൾ തലയെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. തലയൊന്ന് വെന്ത് വന്നപ്പോൾ തലയ്ക്ക് വേവ് കൂടുതലാണെന്നല്ല, തലയെല്ലാം വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വാരി അങ്ങോട്ട് വിതറിക്കൊടുത്തു. ഇനി ഇച്ചിരി വെള്ളത്തെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇച്ചിരി ഒന്ന് വെന്ത് വറ്റി. ചട്ടി പുതിയ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കുടിക്കും. അതുകൊണ്ട് ഒരല്പം വെള്ളം ലൂസിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം അങ്ങ് റെഡിയാവും. അപ്പോൾ ഇതാ കുറച്ച് പൊരിക്കാനും വരഞ്ഞെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട ഈ കളറാണ് കേട്ടോ, ചുമപ്പ് കളർ. നമ്മുടെ പൊരിച്ചെടുക്കുമ്പോൾ വിചാരിക്കും ഇതെന്ത് ചുമന്നിരിക്കുന്നത്, ഇങ്ങനെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ, അത് പച്ച ജീവനോടുള്ള മീനല്ലേ, പുഴയിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കപ്പ, ഇപ്പോൾ കപ്പ റെഡിയാക്കുന്നുണ്ട്. കപ്പയും പുഴുങ്ങി അല്ലെ കപ്പ കുഴച്ച് അവിയൽ വെക്കുന്നതുകൊണ്ട് കപ്പ കുഴയ്ക്കുന്നില്ല. അപ്പം ഇതിങ്ങനെ ഇനി നമുക്ക് നമ്മുടെ കുരുമുളകും പെരുംജീരകവും കൂടെ വറുത്തത് പൊടിച്ച് അത് ലാസ്റ്റ് ഒന്ന് തൂവി കറിവേപ്പില ഇട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ എൻ്റെ പൊന്നോ, കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ. അതാ നമ്മുടെ മഞ്ഞക്കൂരിയുടെ തലയാണ് കണ്ട. അതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട നമുക്ക്. അതുകൊണ്ട് എല്ലാം നല്ല മുട്ടനായിരുന്നു കേട്ടോ, നല്ല നല്ല ഡമണ്ടാച്ചി കണ്ട. ഇത് മീൻ പൊടിയാതിരിക്കാനാണ് തല വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മീനിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കും. ഉപ്പും പുളിയും എരിവും എല്ലാം ഉള്ള നല്ല അടിപൊളി നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ പൊടിച്ച പൊടിയുണ്ടല്ലോ, നമ്മുടെ കുരുമുളകും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇത് ഇനി ഇളക്കരുത്, ഇളക്കിയാൽ മീനെല്ലാം പൊടിഞ്ഞു. അതുകൊണ്ട് ചട്ടി ഒന്നെടുത്ത് കറക്കി റെഡിയാക്കത്തേ ഉള്ളൂ. ഇച്ചിരി കൂടെ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചട്ടി ഒന്നെടുത്ത് കറക്കിയിട്ട് കാണിക്കാവേ. ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തു കേട്ടോ, അല്ലാതെ നമ്മളിത് എടുത്തിട്ട് ഇതാക്കിയാൽ മീൻ അവിയലായി പോവേ, മീൻ അവിയൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പം മീൻ കറിക്കകത്ത് ലാസ്റ്റ് എന്തെങ്കിലും പൊടി ചേർക്കുന്നുവോ ചേർത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്ന, അല്ലാതെ ഒരിക്കലും ഇട്ട് ഇളക്കരുതേ. നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇവനെ അങ്ങ് ഓഫാക്കാം. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഞാനൊന്ന് കാണിക്കാം. പൊടി എനിക്ക് പേടിയാണ്. കണ്ട കണ്ട, അയ്യോ അമ്മച്ചി പൊടിയല്ലേ. മീനുകൾ അവിടെ കട കണ്ട, നമ്മുടെ തല കണ്ട, ഡമണ്ടൻ തല. ഇതെടുക്കുമ്പോൾ പൊടിയും, അതുകൊണ്ട് പേടിച്ച് പതുക്കെ നമ്മൾ എടുക്കുന്നത് തന്നെ ഒരു കലാപരമായിട്ട് എടുക്കാവൂ. കണ്ടോ, പൊടിക്കാതെ ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ആ കപ്പയുടെയോ ചോറിൻ്റെയോ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലേ. അടുപ്പിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കീറിയ പോലെന്ന് പറയുന്നത് എല്ലാം തുറന്ന് വൃത്തിയാക്കി കഴുകി നല്ല പൈപ്പ് തുറന്ന് വിട്ടിട്ട് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കണ്ട, ഈ തലയുടെ താഴ്ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ പിടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് കൂട്ടാം. യാതൊരുവിധ കെമിക്കലുകളും ചേർക്കാത്ത പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന അടിപൊളി പച്ച ജീവനുള്ള മീനാണ് കേട്ടോ. എൻ്റെ മക്കളെ കിടു. അപ്പോൾ ശരി, നമ്മുടെ വെള്ളത്തിൽ പുഴയിൽ നിന്ന് കയറി വന്ന പോലെ കിടക്കുന്നതെന്ന് വിചാരിക്കേണ്ട, ഇവനാണ് സൂപ്പർ. നമ്മൾ അവിയലിന് സകല കഷ്ണങ്ങളും റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് ആവി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില. നമ്മുടെ അവിയലിന് സദ്യക്ക് വെക്കുന്ന അവിയലിൻ്റെ ടേസ്റ്റ് ഒന്ന് ഒരു പ്രത്യേകതയല്ലേ. കറിവേപ്പില ഇച്ചിരി കൂടുതലിടണം. എനിക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടുള്ളത് നുള്ളി പറിച്ചെടുത്തുകൊണ്ട് വന്നതാണേ. എന്നിട്ട് തേങ്ങ തിരുമിയതാണേ, അത് ഒരു പിടി തേങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി ആ കറിവേപ്പിലയുടെ മുകളിലേക്ക് അങ്ങ് ഇടണം. ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. സദ്യയുടെ അത് തന്നെയാണ്. സദ്യക്ക് ഉള്ള ഒരു പാർട്ടി നമ്മുടെ വീട്ടിൽ പല പരിപാടിക്കും വന്ന്
ചെയ്യുമ്പോൾ ഞാൻ ഒരമ്മാവനായിരുന്നു, മരിച്ചുപോയി പുള്ളിയോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത് ഞാൻ ചെയ്ത് പരീക്ഷിച്ച വിജയം. മിക്കവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം, അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിയലിന് തേങ്ങാപ്പീര നന്നായിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്ര ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം വെക്കത്തില്ല, വെന്ത് കുഴഞ്ഞു പോകത്തില്ലേ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോവാം. നമ്മളതാ ഈ വെളിച്ചെണ്ണയ്ക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങാപ്പീരയും ഇല്ലേ, ഈ ഒരു ടേസ്റ്റിലാണ് ഇത് വെന്ത് ഈ വെള്ളവും വെളിച്ചെണ്ണയും തേങ്ങയും കറിവേപ്പിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പറായിരിക്കും. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിലയും തേങ്ങാപ്പീരയും ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരുന്നേ. അപ്പോൾ ഒന്ന് നടുഭാഗം ഒന്ന് ഇങ്ങനെ നാക്കി കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും നല്ല ജീരകവും തേങ്ങയും എല്ലാം കൂടെ അവിയലിൻ്റെ പരുവത്തിനൊന്ന് അരച്ച് അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതൊന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി അരപ്പിട്ട് കൊടുത്തേ. ഞാൻ ഇനി ഇതൊന്ന് കഴുകി ഒരല്പം വെള്ളത്തിലൊന്ന് കഴുകി അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അവിയലിതാ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തു, ഒത്തിരി ഇട്ട് ഉടയ്ക്കാതെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ. നമ്മുടെ ആ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇതിപ്പോൾ വെന്തിരിക്കുന്നത് കേട്ടോ. വെട്ടിച്ചേമ്പും കായും മുരിങ്ങയ്ക്കായും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. നമ്മുടെ അടിപൊളി സൂപ്പർ സ്റ്റാർ അവിയലിതാ ഇതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ. മുരിങ്ങയ്ക്ക, ശീവക്കിഴങ്ങ്, കൂർക്കയുണ്ടല്ലോ അത്, വെട്ടിച്ചേമ്പ്, കായ എല്ലാം ഇട്ട് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അവിയലാണ്. അതിൽ വെളിച്ചെണ്ണയുടെ മണം തന്നെയാണ് വരുന്നത്, മുകളിലേക്ക് വരുന്നത് കണ്ടോ. കായൊക്കെ നല്ല ഉടയാതെ നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ അടുപ്പ് അങ്ങ് ഓഫാക്കി. അവിയലിൻ്റെ ഒരിച്ചിരി ഒരു കുഴച്ചിൽ വരണമെങ്കിൽ വെട്ടിച്ചേമ്പും ചെറിയ ചേമ്പും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവിയൽ ഇതാണ്ട കണ്ട. അപ്പം ഇങ്ങനൊന്ന് വെളിച്ചെണ്ണയും തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും ഒന്ന് ഞെരടി ചേർത്തിട്ട് നമ്മൾ അവിയൽ വെച്ചാൽ കഴിച്ചാൽ മതി വരത്തില്ല. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുന്നത്. നല്ല അടിപൊളിയാണേ. നമ്മുടെ മീൻ പൊരിക്കാൻ മാംസത്തിന് നല്ല കട്ടിയുള്ളതുകൊണ്ടേ ചെറിയ തീയിൽ ഞാനൊന്ന് മൂടി വെച്ചതാണേ. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവണം. ഇച്ചിരി നല്ല മാംസക്കട്ടിയുള്ള മീനാണേ. മഞ്ഞക്കൂരി വലുതായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. നമ്മുടെ ചോറെടുത്തിട്ടുണ്ട്. മീനിൻ്റെ തല സെപ്പറേറ്റ് നമ്മൾ പോരത്തുള്ളൂ കേട്ടോ. കാരണം പൊടിഞ്ഞു പോകും. അല്ലാതെ നമ്മൾ മീനിൻ്റെ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇട്ടാൽ ഇത് പൊടിഞ്ഞ് നാശമായി പോകും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള മീനുകൾ ഏത് മീനായാലും ഞാൻ തല ഒപ്പം കോരത്തില്ല, അത് സെപ്പറേറ്റ് അങ്ങനെ എടുക്കും കേട്ടോ. മീൻ കൂരി തന്നെ പൊരിച്ചതാണേ, നല്ല മുരുമുരാന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിലുടനീളം നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വായിക്കുന്നതാണ് രാമായണമോ അങ്ങനെ അത് വായിക്കുന്നതാണ് കേൾക്കുന്നത്. നമ്മുടെ സൂപ്പർ അവിയൽ, അതായത് സദ്യക്കൊക്കെ വിളമ്പുന്ന ആ അവിയലിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അച്ചാറുണ്ട്, തൈരുണ്ട്. അപ്പോൾ കഴിക്കുന്നവരൊക്കെ മോനെ സനിക്കുട്ടിക്ക് ചോറ് തരട്ടെ കണ്ണാ. സനിക്കുട്ട അയ്യോ കളിയാണ് ഇവിടെ രാവിലെ മുതൽ ഓരോ സിയായിക്ക് കിട്ടിയ ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് കളിയാ. സനുട്ടാ ഇവിടെ മോനിന് ചോറ് വാരി തരട്ടെ. അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നിങ്ങളിവിടെ വന്നതിന് ശേഷം ആഹാരം നന്നായിട്ട് കഴിക്കുന്നില്ലല്ലോ മക്കളെ. ചോറ് വാരി തരട്ടെ? ഇങ്ങോട്ട് നോക്കി അമ്മിയ, ചോറ് വാരി തരട്ടെ കണ്ണാ. കളിയാ കളി 2 ദിവസം കൂടെ അവധിയാണല്ലോ, സ്കൂളിലും ഇല്ലല്ലോ, വെള്ളപ്പൊക്കം ആയതുകൊണ്ട്. നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. പച്ചക്കറി കഴിക്കത്തില്ലല്ലോ, അപ്പം അതിന് ഞാൻ എന്താ ഇത് ഞാൻ മാരി കൊടുക്കുക. അല്ലാതെ കൊടുത്താൽ ഇവർ കഴിക്കത്തില്ല. അതിന്
അവിയൽ ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് പെരട്ടി. എല്ലാവരും പറയും ഉരുട്ടരുത് എന്നൊക്കെ പറയും, പക്ഷെ നമ്മളിതാ വേണ്ട അമ്മയുടെ പൊന്ന് കഴിക്കുക. അമ്മയുടെ പൊന്ന് അല്ലാതെ കഴിക്കത്തില്ല. നമ്മൾ ഉരുട്ടി ഇച്ചിരി കൊടുത്താൽ എങ്ങനെയെങ്കിലും ഇച്ചിരി കഴിപ്പിക്കുക. അപ്പം ഞാൻ ശാലുവിനോടും പറഞ്ഞു, എൻ്റെ ശാലു ഒരു അല്ലാതെ എന്ത് വേണം, മീനോ പച്ചക്കറി വെക്കണം. പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ മുള്ളോ വേണ്ട, ചോറ് വേണ്ട. നമ്മുടെ സൂപ്പർ അവിയൽ അങ്ങോട്ട് ഇച്ചിരി കറി ഒഴിച്ച് അങ്ങോട്ട് എടുത്തിട്ട് തന്നെ നമ്മുടെ തല ഇരിക്കുന്നുണ്ട, ഇനി അങ്ങോട്ട് എടുക്കുക. മുളക് ചാറ് അങ്ങോട്ട് ഒഴിച്ച് അവിയൽ നല്ല കുഴച്ച് അങ്ങോട്ട് മീനുമായിട്ട് കഴിക്കണം. എത്ര പാത്രം ഉണ്ടെങ്കിലും നമ്മുടെ ആ സ്റ്റീൽ പാത്രത്തിൽ തിന്നുന്ന ആ ഒരു 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 തൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒന്നിലും കിട്ടത്തില്ല. എന്തോ വേണോ വേണോ സാനിക്കുട്ടന് വേണോ? ഞാൻ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ചോറവന് വാരി കൊടുത്തത് കഴിക്കത്തില്ല. പടിഞ്ഞാറൊന്നും വണ്ടിയൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ റോഡും ഇവിടെ ഒന്നും വെള്ളപ്പൊക്കം ഒന്നും അറിയുന്നില്ല കേട്ടോ. മഴ പെയ്യുന്നു പോകുന്നു. ഞങ്ങൾ തണ്ട മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഒന്ന് കാണാനായിട്ട് പോകും. അതെ, ഞങ്ങളുടെ ഇവിടെ ഒന്നും അറിയാനില്ല കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നു പോകുന്നു. കാരണം രണ്ട് സൈഡിലും ഓടയുണ്ട്, തൊട്ടടുത്തൊരു തോടുണ്ട്, അതിലോട്ട് അങ്ങ് പോയി ചാടിക്കോളൂ, അറിയത്ത് പോലുമില്ല. ഇനി ഒറിജിനൽ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങൾ കാണാനായിട്ട് ഞങ്ങളത് പോവുക കേട്ടോ. ഇതിൽ ആരൊക്കെയാന്ന് നോക്കിക്കേ. ആമിക്കുട്ടാ, സിയ ഇങ്ങോട്ടൊന്ന് നോക്ക്. സിയ, ആമിക്കുട്ടൻ, സിയ, സനുക്കുട്ടൻ, ശാലുമോള്, അപ്പ. അവര് മറ്റേ കാറിൻ്റെ അകത്ത് മറ്റവരൊക്കെ ഉണ്ട്, സുനി, ബാബു, ചിന്നുക്കുട്ടൻ. ഇവിടെയൊക്കെ തങ്ങണ്ടത്തിലൊക്കെ ശരിക്കും വെള്ളമാവുന്നേ. അപ്പോൾ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോയില്ലേ. ആമി ഇങ്ങോട്ട് കയറിയിരി മോളെ, കയറിയിരി. മോൾക്കൊക്കെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിരുന്നു. ഇതാണ്ട് ഞങ്ങളുടെ ആമിക്കുട്ടൻ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. ഇഷ്ടമല്ലാത്തവരെ ഒന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തത്തില്ല. ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. എൻ്റെ സനുവിന് ഇഷ്ടമാ. സിയ മോൾക്ക് അവളെ അല്ലാതെ ഞാൻ പൊന്നിയെന്നോ മുത്തേന്നോ ഒന്നും വിളിക്കുന്നതോ ഒരു ഉമ്മ കൊടുക്കുന്നതോ മടിയിൽ വെക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ആമിയെ ഞാൻ പിടിച്ചിരുത്തിയതിൻ്റെ കിറുവാണ് കാണിക്കുന്നത് മൊത്തം. ഇങ്ങോട്ട് തിരി, എന്നെ നോക്ക്, അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. എന്നാടെ പൊന്നിങ്ങോട്ട് നോക്ക്. ദേഷ്യം പിന്നെ വീഡിയോ എടുക്കാൻ ഇരിക്കത്തേ ഇല്ല. കണ്ടോളൂ ഇനി കാണിച്ചു തരാം. വെള്ളം പൊങ്ങി കിടക്കുന്നതൊക്കെ കാണാൻ പിള്ളേർക്ക് കൊതി, അതിന് പോവുക. ഞങ്ങൾ ജിമ്മിന് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒക്കെ വെള്ളമായി കേട്ടോ. കണ്ടോ, ഇവിടെയാണ് ഞങ്ങളുടെ ജിമ്മ്. കഴിഞ്ഞു. യഥാർത്ഥ വെള്ളപ്പൊക്ക സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോവാ. ഇങ്ങോട്ട് നോക്ക്. ആമിയെ ഞാൻ വിളിക്കുന്നതോ അടുത്ത് പിടിക്കുന്നതോ സാനിക്കൂട്ടന് ഞാനൊരു ഉമ്മ കൊടുക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവിടെ മാത്രമാണ് ഞാൻ. അതെ, റോഡിന്റെ റമ്പലെല്ലാം ബസ് സ്റ്റാൻഡിലൊക്കെ വെള്ളമായി. നമ്മുടെ ഇവിടുന്ന് പള്ളിപ്പാടിന് 2 കിലോമീറ്റർ ഉണ്ടോ കുഞ്ഞേ? റോഡ് മെച്ചം വെള്ളമാണ്. നമ്മുടെ പപ്പാട നാടെടുക്കാറായപ്പോഴത്തേക്ക് കണ്ടോണ വെള്ളം ഇങ്ങനെ വീട്ടില് വെള്ളപ്പൊക്കമായിട്ട് തണ്ട പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇങ്ങനെ കെട്ടിയിരിക്കുക. ഇനിയാണ് പ്രളയത്തിന്റെ ഇത് കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇത് കാണണമെന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് വന്നിരിക്കുക കേട്ടോ. ആറൊക്കെ കര കവിഞ്ഞൊഴുകുന്ന കണ്ടോ. പപ്പക്കറിയോ? നേരത്തെ ഈ പാലം കേറുമ്പോ തന്നെ നമ്മുടെ വീട് കാണാമായിരുന്നു. അക്കാലത്ത് വാർത്ത വീട് നമ്മുടെ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. പാലത്തെ കേറുമ്പോ വെള്ളയടിച്ച് നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന കാണാം. വണ്ടി എങ്ങോട്ട് വിടത്തില്ല. ഇവിടെ എല്ലാം നിറഞ്ഞതുകൊണ്ട് റോഡിൽ
ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കണ്ട. നമ്മുടെ ആ പാലം ഉണ്ടല്ലോ, പപ്പട വീട്ടിലോട്ട് പോകുന്നിടത്തെ ആ പാലം, അത് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാം, വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട്. വെള്ളം ഇങ്ങോട്ട് വരുന്നോണ്ടാ ബ്ലോക്ക് ചെയ്തത്. അവര് വരുന്നുണ്ട്. വേണ്ട ഒരു വള്ളം കിടക്കുന്നുണ്ട്, ഇതിലാണ് യാത്ര. ഞങ്ങൾക്ക് കൊണ്ട് ഇതിനേക്കാളും ഇച്ചിരി വലിയൊരു വള്ളം നമുക്കുണ്ടായിരുന്നേ. നമ്മളതിൻ്റെ അകത്തായിരുന്നു ഇനി റോഡിലോട്ട് ഇറങ്ങുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും 10-16 വയസ്സ് വരെ ജീവിച്ചതും എല്ലാം റോഡിൽ നിന്ന് കാലെടുത്ത് വെച്ച വീട്ടിലോട്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇത് കണ്ടിട്ട് ഞാൻ ആദ്യകാലത്തൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വെള്ളമാണ് കണ്ടോ റോഡ്. പണ്ടമ്മനെ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ട. മൃഗങ്ങൾക്ക് കൊടുക്കാൻ പുല്ല് ചെത്തിക്കൊണ്ട് വരുക വെള്ളപ്പൊക്കത്തിൽ വള്ളത്തെ പോയി. എത്ര വെള്ളമാണ് കിടക്കുന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് കൊണ്ട് വെള്ളം കിട്ടുക. ഈ വെള്ളത്തിലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിറങ്ങും. അവിടെ അങ്ങ് തോണ്ടതുവാ കാണുന്ന ആ ഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ വീട്. അനിയത്തിയും മോളും മക്കളും എല്ലാം ഉണ്ട്. ചിന്നു നല്ല ഒഴുക്കുണ്ട് കേട്ടോ. സനിക്കുട്ട ചെരുപ്പ് വിടൂരിട്. സിയ മോളെ ചെരുപ്പ് വിട്ടിട്ട് പോ. വേണ്ട ചെരുപ്പ് ഇടണ്ട, ചെരുപ്പ് കിട്ടത്തില്ല. പിന്നെ അവളെന്ത് ചെയ്യും? ആരാടി ഇത്? എന്റെ മാക്രിക്കുഞ്ഞെ വെള്ളം കാണാൻ വന്നേ. മാക്രിക്കുഞ്ഞ് വെള്ളം കാണാൻ വന്നയാണോ മാക്രിക്കുഞ്ഞ്? കണ്ടോ ഞങ്ങള് ഒന്ന് ആലോചിച്ച്, എന്തോ ഇതിനേക്കോളം വെള്ളം വരുമ്പോ ഉണ്ടല്ലോ. ഞങ്ങള് വള്ളത്തേലാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് റോഡിൽ ഇവിടെ വരെ വന്നിട്ട് പോകുന്നത്. എല്ലാവരും തന്നെ വെള്ളത്തിലുണ്ട്. ഞാനും സുനി ഇവിടെ കരയ്ക്ക് നിൽക്കുക. നല്ല വെള്ളമുണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും മിക്ക വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്കിന്റെ ആ ഭാഗമാണ് കണ്ടോ. വെള്ളം തെറിപ്പിക്കാതെ പോ. നമ്മളിത് പറയുന്നു, ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവര്, അതുപോലെ തന്നെ ഒന്നും ഇട്ടിരുന്ന ഡ്രസ്സ് അല്ലാത്ത ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരാൾ മരിച്ചത്. അപ്പം അങ്ങനെ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട്, ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രകൃതിയുടെ ഒരു ഇതല്ലേ. കണ്ടെന്നാ വെള്ളം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. രണ്ട് സൈഡിലും നെൽകൃഷി ചെയ്യുന്ന പുഞ്ചപ്പാടമാണേ, നടുക്കൂടാണ് ഈ റോഡ്. ഈ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-20 വർഷക്കാലം വലിയ വലിയ മെറ്റിലുകൾ മാത്രം നിരത്തിയിട്ടിരുന്ന ഒരു റോഡാണ്. കാൽനടയാത്ര പോലും അസാധ്യമായിരുന്ന ഈ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷയോ ബസ്സോ ഒന്നും വരുത്തില്ലായിരുന്നു. ചിന്നു, ശാലു, പിള്ളേര് സംഘം മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. ഇന്നിപ്പോൾ നല്ല തോർച്ച വരും. ഇന്നലെയൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു. കൊച്ചു കുഞ്ഞമ്മണി പോവുകയുണ്ടോ, അവളെ നടന്ന് പോകുന്നുണ്ടോ. ഞങ്ങളും വെള്ളം നല്ല ഐസ് ഉണ്ടതാ കണ്ട. പപ്പ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയെല്ലാം കഴുകുക കേട്ടോ. എന്താ എല്ലാവർക്കും വണ്ടി കഴുകാൻ ഒഴുകിയങ്ങ് പോകും കേട്ടോ. പണ്ടിതുപോലെ ഇവിടെ ഒഴുകിപ്പോയി മരിച്ചിട്ടുണ്ട് കേട്ടോ. 30-30 വർഷത്തിന് മുമ്പ് ഒരു പോത്തൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് കലിങ്ങിന്റെ ഇടയ്ക്ക് പോയി കയറിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാരും ഈ സമയത്ത് വണ്ടി കഴുകും കേട്ടോ. അങ്ങോട്ട് പോകത്തില്ല, നല്ല ഒഴുക്കാ കേട്ടോ. അറിയാമയായിട്ട് അവിടത്തെ കലിങ്ങുണ്ട്, ആ കലിങ്ങിന്റെ അവിടെ അപകടമാണേ. വണ്ടി ഓഫാവുന്നതിനല്ല അങ്ങ് പോകും. ഭയങ്കരനൊരു പോത്തൊഴുകി പോയിട്ട് ആ കലിങ്ങിന്റെ അത് കുടുങ്ങിയിട്ടുണ്ട് വണ്ടി. എന്താ കാൽ നന്നായിട്ട് ഉറച്ച് ചവിട്ടിയില്ലെങ്കിൽ അങ്ങ് പോകും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിട്ടൊരു കലിങ്ങുണ്ട്, അവിടെ ഭയങ്കര ചുഴിയാ. പിന്നെ പോകണ്ട, ഇവിടെ ഉള്ളവരെ ഞങ്ങൾ അതിൻ്റെ അങ്ങോട്ട് നീങ്ങിയ ഞങ്ങളുടെ വീട്.
ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല. പിന്നെ പക്ഷെ ഇത്രയും ഭാഗം ഇവിടുന്ന് വേണ്ട ടാങ്കില്ലേ, ടാങ്കിൻ്റെ അപ്പുറത്ത് വലിയൊരു കലുങ്ക, അവിടെ നല്ല ആഴമുണ്ട്, ഗട്ടറും ഉണ്ട്. അപ്പം അങ്ങനെ പോകാതിരിക്കുന്ന എന്നാലും മോനെ ഈ ഒഴുക്കല്ലേ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തിറങ്ങാനാന്നോ? ഇതേണ്ട കാര്യം മാന്നാർ പോകാനേ കുരിക്കാട്ട് മുക്കരി ഒന്ന് പോവും. കുരിക്കാട്ട് മുക്കരി ഒന്ന് അവിടെ ചെന്ന് മുട്ടം വഴി കയറിപ്പോ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ കൂടുതലാ. അമ്മേ കാല് നല്ല മുറുക്കി ചവിട്ടിയില്ലേ, നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഒഴുക്കാണ്. കണ്ടോ ദാ കണ്ടോ, ഇവർക്കൊക്കെ അറിയാൻ വയ്യാത്ത ഈ പിള്ളേർക്കെ, അവര് നമുക്ക് കാലൊരെണ്ണം എടുത്തിങ്ങനെ വെക്കാൻ വയ്യ. എൻ്റെ മുട്ടിൻ്റെ മേള് വരെ വെള്ളമുണ്ട്. കണ്ടോ, ചിന്നുവൊക്കെ നടന്നു വരുന്നതുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാക്ടറും പോകുന്നുണ്ട്, ഹുലിക. പാൻ്റൊക്കെ നനയുക കേട്ടോ. എന്നാ ചോദിക്കും എന്തിനാ പോകുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഇതൊരു രസമല്ലേ ഇങ്ങനെ. അയ്യോ, ദുരിതമനുഭവിക്കുന്നവർക്ക് അവരുടെ വിഷമം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എന്നാലും നമ്മൾ കരയ്ക്കായതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാലേ. ശാലു, കുഞ്ഞമ്മണി സംഘങ്ങളും ഇതാ നിൽക്കുന്നു. വീടല്ലേ പുറകോട്ട്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി നല്ല ഒഴുക്കുണ്ട്. പ്രത്യേകം പറഞ്ഞ പാൻറ് പൊക്കി പിടിക്കുകയോ ചെയ്യരുത്. വീണാ പിന്നെ ഫോട്ടോ മറ്റില്ല ഇട്ടോ എന്തായാലും നനഞ്ഞു. ഞാൻ പൊക്കി പിടിക്കും. ഇന്നല്ല പാട്ട് ഇന്ന ഒരു പാട്ട് പാടി ഡാൻസ് കളിച്ചോ? വേണേ ഞാൻ വീഡിയോ എടുത്തേക്കാം. പപ്പാടെ വീട്ടിലും വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വരെ വന്നിട്ടുണ്ട്. അല്ല വീടിനകത്തേക്ക് കയറിയിട്ടില്ല ഇന്ന് വരെയും. പക്ഷെ പറമ്പിലൊക്കെ വെള്ളം കാണും കേട്ടോ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു കളയും. സത്യം അത്രയ്ക്ക് അസഹനീയമായിരുന്നു. എനിക്കിത് കാണുന്നത് കൂടെ പേടിയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അതൊന്നും പേടിക്കണ്ട. ഇവിടെ വെള്ളത്തിൻ്റെ അത് ജനിച്ച് വളർന്നതാ പപ്പ. അതുകൊണ്ട് അവരൊക്കെ അങ്ങ് പോയി. നല്ല വെള്ളം. നമ്മുടെ വാട്ടർ ടാങ്ക് കണ്ടോ? ഓർക്കുന്നോ? ഞാൻ പപ്പാടെ വീട്ടിലോട്ട് പോകുന്നിടത്ത് മിക്ക വീഡിയോയിൽ ഞാൻ കാണിക്കത്തില്ലേ, ഇത് പപ്പാടെ വീടിൻ്റെ തൊട്ടടുത്താണ്. പിള്ളേരെയും കൈക്ക് പിടിച്ചതോ അവരങ്ങനെ പോവുക. നല്ല വെള്ളമുണ്ട് കേട്ടോ. പിള്ളേര് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും ബസ് റൂട്ടല്ലല്ലോ. റോഡ് പണിക്ക് വേണ്ടിയിട്ട് മെറ്റിലിങ്ങനെ നിരത്തിയിട്ടിട്ട് വർഷങ്ങളോളം അതിൻ്റെ എതിർ സൈഡിൽ അങ്ങോട്ട് നീങ്ങി ഒരു പാലം കൂടിയുണ്ട്, പറയങ്കേരി പാലം എന്ന് പറയും. ആ പാലം പണി നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു വർഷങ്ങളോളം. അപ്പോൾ എനിക്കാണെങ്കിൽ ബസ് വണ്ടികളൊക്കെ കണ്ടല്ലേ ഞാൻ വളർന്നത്. വീട്ടിൽ വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഞങ്ങളുടെ റൂമിൻ്റെ ജനലെ പിടിച്ചിട്ട് ഞാൻ കരയും, വണ്ടികൾ കാണാൻ പറ്റാത്തതിന്. അതല്ലേ പറഞ്ഞ ഒഴുകുന്ന വെള്ളത്തിൽ ഒരിക്കലും നജസില്ല. ഇനി എന്തെല്ലാം മാലിന്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നജസില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ബസ് പോകുന്ന മെയിൻ റൂട്ടായി, ബസ് റൂട്ടായത് കണ്ടോ? ഇതിൻ്റെ അകത്തെ മഞ്ഞ വരയൊക്കെ കണ്ടോ? എന്താ മോളെ? ആണോ? പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ തീവ്ര മഴ. പത്തനംതിട്ട കരയേത് കടലേതെന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ. അവളുമാരെല്ലാം പോവുക നീതി. മറ്റവരങ്ങെത്തി. പിള്ളേര് സിയാടയൊക്കെ അരമെച്ചം വെള്ളമുണ്ട്. നിങ്ങൾ പുറകോട്ട് പോവല്ലേ?
പുറകോട്ട് പോകല്ലേ. അത് നടുക്കലത്തെ ലൈനാ, റോഡിന്റെ നടുക്കലത്തെ ലൈനില. ഓ ഒഴുക്കെന്ന് പറഞ്ഞ നിങ്ങളിതൊന്ന് കണ്ടോ, ഒഴുക്ക്, നല്ല ഒഴുക്ക് കണ്ടോ. ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് വള്ളത്തേൽ ഇങ്ങനെ വന്നില്ല, പാലത്തിന്റെ അവിടെ വരും, വള്ളം അവിടെ കൊണ്ടുവന്നിട്ടിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോകുന്നത്. ആദ്യമൊക്കെ ഞാൻ കരയുമായിരുന്നു, അയ്യോ എന്തോ കടലാന്നോ, കര കാണാൻ വയ്യ, വെള്ളം മാത്രം. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോവുമായിരുന്നു. എന്താ അവരപ്പുറം അക്കരെ പോയിട്ട് വരുവാ, പപ്പാടെ വീടിന്റെ അവിടോട്ട് തിരിയുന്ന റോഡില്ലേ, അവിടെ വരെ പോയിട്ട് വരുവാ. ഓ വേണേ കിടന്നുകളെയും ബോധം കെട്ട നിങ്ങള്. അയ്യോ സനുവിന്റെ സന്തോഷം. സനു നിനക്ക് വെള്ളത്തിൽ കുളിക്കണമെന്ന് ആഗ്രഹമല്ലായിരുന്നു, നീ കുളിച്ചോടാ മോനെ. കഷ്ടവാ. സനു മക്കളെ കിടന്നോടാ, കുളിച്ചോടാ, നീന്തിക്കോ സനുക്കുട്ടാ, നീന്തിക്കോ മോനെ. വെള്ളം ഒഴുക്കുള്ള വെള്ളമാ, ഒരു കുഴപ്പമില്ല. കൊച്ചേ ആദ്യം ബോധം വിവരവും വേണം. ഈ ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ നജസല്ല, എല്ലാം ആദ്യം അടിച്ച് കലക്കി പോയി. അയ്യോ എവിടുന്ന് വരുവാണോ ഈ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന വെള്ളത്തിൽ എവിടെയാണ് നജസ് നിൽക്കുന്നത്? സനു അങ്ങ് കിടക്കുക. അല്ല സനു എത്ര ദിവസം കൊണ്ടൊന്ന് വെള്ളത്തിൽ കുളിക്കണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നെന്ന് അറിഞ്ഞോ? ഇരുന്നു. ഇതാകുമ്പോ നമ്മള് പേടിക്കണ്ട. ഇന്നെങ്കിൽ കിടന്നോ, എന്റെ മോൻ നീന്തിക്കോ, മോൻ നീന്തിക്കോടാ. ഡാ മോന് മക്കള് നീന്തിക്കോ. അമീബായ പിന്നെ ഇതിലാ അമീബ, സെബീനായ. അയ്യോ എടി കൊച്ചേ, എല്ലാ അഴുക്കുകളും ആദ്യം ഒഴുകി പോയിട്ട് പിന്നെ വന്നോണ്ട് മലവെള്ളം വന്നോണ്ടിരിക്കുന്നതായി ഒഴുകി പോകുന്നത് കേട്ടോ ബുദ്ധേ. സ്വയം ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഡേ ഞങ്ങൾ ഈ വെള്ളത്തിലായിരുന്നു കുളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരു ചൊറിയും വന്നില്ല, ചിരങ്ങും വന്നില്ല, ഒന്നും വന്നില്ല. പിന്നെ കൊള്ളാം, പൊതു ചെയ്യുന്ന ഈ വെള്ളത്തിലായിരുന്നു. എന്തോ ഒരു ബുദ്ധിയില്ലാത്ത പിള്ളേരാടി. ഇവിടെ നിൽക്കുക. ദേ നീ ഇപ്പൊ ഒഴിക്കുന്ന മൂത്രം പോലും ഇവിടെ നിക്കത്തില്ല. സിയ വെള്ളത്തിൽ കിടന്നോ മോളെ, ഒരു കുഴപ്പമില്ലടി, കിടന്നു. അല്ല നമ്മൾ ആറ്റിൽ ഇറങ്ങുമ്പോഴേ ഉന്തും അഴുക്കുവാ അതിനേക്കാളും. സിയായും സനും കിടന്നു, കുഴപ്പമില്ല. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കുളിക്കത്തില്ല. എന്റെ മോളെ ഇത് ഒഴുക്ക് വെള്ളവാ. എല്ലാം വെള്ളത്തിൽ കിടന്ന് നീന്തുവാ, റോഡിൽ വന്ന് കിടന്ന് നീന്തുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ മക്കളെ, ഈ പിന്നെ ഇതിന്റെ ടാങ്കിന്റെ ഇവിടെ നമ്മുടെ വാട്ടർ ടാങ്ക് ഇല്ലയോ, ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്ക്, അതിന്റെ ആ പുരയുടെ നമുക്ക് നമ്മുടെ അവിടെ ഒന്നും അറിയാൻ പോലും ഇല്ല കേട്ടോ. മഴ പെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. മോനെ ഇഞ്ഞി വാടാ നല്ല വെള്ളത്തിൽ അങ്ങോട്ട്. സനുവിന് വെള്ളം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തോന്നെ വാ, നീ ഉണ്ട് കൂടാ. ഇല്ല ഒരു കുഴപ്പമില്ല, മക്കള് കിടന്നോ. നീന്തിക്കോ, എന്നിട്ട് രണ്ട് കൈയും കാലും അടി. അങ്ങനെ എന്നെ വെള്ളത്തിൽ കൊണ്ടുപോകുന്നത് എനിക്കോ അയ്യോ. ആ പാപ്പാടെ അടുക്കലോട്ട് പോക്കോ. ഉണ്ടോ റോഡിൽ കിടന്ന് നീന്ത. ഭയങ്കര ഒഴുക്കാ കേട്ടോ. നമ്മളിവിടെ നിപ്പുള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് വിടുന്നത്. ശാലു കണ്ടില്ലല്ലോ ഇതൊന്നും. അവിടുന്ന് എന്റെ മോൻ നീന്താൻ തുടങ്ങിയതാ. എന്റെ അവിടുന്ന് നീന്താൻ തുടങ്ങിയതാ, നീ കണ്ടില്ലല്ലോ.
പിന്നെ അയ്യോ മോൻ കളിച്ചോടാ, ഓരോ അസുഖവും മരുത്തില്ലടാ, അല്ല ഉണ്ട്. മോൻ മുമ്പോട്ട് പോ, മുമ്പോട്ട് വാ. കണ്ട കണ്ട. ആ മോനെ മോൻ മോനെ അങ്ങോട്ട് പോക്കോ മക്കള്. മുതല കുഞ്ഞുങ്ങള് കിടക്കുന്ന പോലെ റോഡിൽ കിടക്കുക. അയ്യോ ഓ 2-3 ദിവസത്തിന് മുമ്പ് പറഞ്ഞത് ആറ്റിലൊന്ന് കുളിക്കാൻ പോണം. അവിടെ ചേറല്ലേ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എടാ മുതലക്കുഞ്ഞെ എണീര്. സനു ഇങ്ങോട്ട് തിരിയടാ, ഇങ്ങോട്ട് തിരി. 3 അതെ അതെ അവൾ എന്നിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങി നടക്കാൻ. കൊച്ചു കുമ്പണി വരുന്ന കണ്ടോ? എന്റെ പൊന്നെ ചിരി കണ്ടോ, സന്തോഷത്തിന് അതിരില്ല. കൈ ഇച്ചിരി താത്തുപിടി കുഞ്ഞിന്റെ കൈത്തോള്. വാവല്ലൊക്കെ വെള്ളമായി കണ്ട. നിങ്ങളുടെ ജോയിച്ചാൻ്റെ വീട് ഇവിടെ ഇട്ട് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇപ്പുറത്തെ തിരുമനെ വെയിൽ കൊണ്ട് കാണാൻ വയ്യാടാ. ഒത്തിരി കിട്ടിയോ മോനെ മീന്? കല്ലേമുട്ടി. എന്തോ ഇതിന് തീറ്റ ഇട്ട് കൊടുക്കുന്ന? ഗോതമ്പ് കുഴച്ചിട്ടോ? അതിപ്പോ ഡ്രസ്സ് മാറും. പോയി ഡ്രസ്സ് മാറും, എളുപ്പം ചെല്ലി വണ്ടിക്കകത്ത്. എല്ലാം കഴിഞ്ഞ് ഡ്രസ്സും ഒക്കെ മാറി വെള്ളത്തിന്റെ അകത്ത് മറിച്ചിലും കഴിഞ്ഞേച്ച് വന്നിരിക്കുക. സ്ഥലമുണ്ട് 3 പേർക്ക് ഇരിക്കാനുള്ള. പിള്ളേരെ അങ്ങോട്ട് വരട്ടെന്നോ? അപ്പൊ ഇതിലെത്തോ നീ അന്ന് ഇതിനകത്ത് കയറും. ഓക്കെ 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 പൊക്കോ. പശുക്കളെ എല്ലാം റോഡില് പശുക്കളെ എല്ലാം റോഡിൽ കൊണ്ടുവന്ന് പാലത്തെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുക. എവിടെ പോണോന്ന് ചോദിക്കാന്. അങ്ങനെ വെള്ളത്തിലെ മറിച്ചിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഞങ്ങൾ കരിയിലക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാനറ്റ് ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ഇവിടെ കുറേ നമ്മുടെ 4 മണി പലഹാരങ്ങളൊക്കെ കിട്ടും. അവിടെയൊക്കെ എല്ലാം വാങ്ങിച്ച് എല്ലാവരും കഴിച്ചു, ചായ കുടിച്ചു. എനിക്കൊരു കട്ടൻ ചായയൊക്കെ കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.